الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد جئتمونا فرادا كما خلقناكم أول مرة وتركتم ما خولناكم وراء ظهوركم وما نرى معكم شفعاءكم الذين زعمتم أنهم فيكم شركاء لقد تقطع بينكم وضل عنكم ما كنتم تزعمون أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനും സർവ്വലോക രക്ഷിതാവും സർവ്വപരിപാലകനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിതം ചിട്ടപ്പെടുത്തണം, നന്മയിലാക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിലെ അൻആം സൂറയിലെ വിശ്വാസിനികൾ എന്ന നിലക്ക് നാളെ പരലോകത്ത് അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ ഉന്നത പദവി ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വിശ്വാസികൾ എന്ന നിലക്ക് മനസ്സിരുത്തേണ്ട വളരെ ശ്രദ്ധാർഹമായ ഒരായത്താണ് ഒതുക്കൽപ്പിച്ചത്. ഈ ആയത്തിൽ ഒതുങ്ങിയൊന്നുണ്ട് അല്പം ചില കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിച്ചിരുന്ന് ആലോചിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന വർത്തമാനങ്ങൾ നല്ല മനസ്സോടെ, ഉണർവോടെ, ഉന്മേഷത്തോടെ കേൾക്കാൻ, മനസ്സിലാക്കാൻ, പഠിക്കാൻ, ജീവിതം നന്മയിലാക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യരായ നമ്മൾ ഒത്തൊരുമയോടെ ജീവിക്കുന്നവരാണ്. പരസ്പരം സൗഹൃദത്തോടെ, അതുപോലെ തന്നെ പരസ്പരം കണ്ടറിഞ്ഞ് സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്നവരാണ്. അത് മനുഷ്യ പ്രകൃതമാണ്. എന്നാൽ മനുഷ്യൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വാർത്ഥതയുണ്ട്. സ്വാർത്ഥത മനുഷ്യനെ വല്ലാതെ, പ്രിയപ്പെട്ടവരെ, സ്വന്തത്തിലേക്ക് ഒതുങ്ങിക്കൂടാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തനിക്ക് എന്ന ചിന്ത മനുഷ്യനെ വല്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ കുട്ടിക്ക് ജോലി കിട്ടണം, തൻ്റെ വണ്ടിക്ക് ഓട്ടം കിട്ടണം, തൻ്റെ കടയിൽ കച്ചവടമുണ്ടാകണം. അതുപോലെ ആ രൂപത്തിൽ തനിക്ക് എന്ന ചിന്ത മനുഷ്യനെ വല്ലാതെ, അത് ഞാനും നിങ്ങളാരും ഒട്ടുമിക്ക ആളുകളും അതിന് വ്യത്യസ്തരല്ല. ഈ ദുനിയാവിൻ്റെ അവസ്ഥയാണ്. ബന്ധങ്ങൾ പോലും അങ്ങനെയായി മാറിയിട്ടുണ്ട്. തമ്മിലുള്ള ബന്ധങ്ങൾ പോലും അങ്ങനെയാണ്. നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നേട്ടം മാത്രം. എത്രത്തോളം എന്നാൽ പ്രിയപ്പെട്ടവരെ, ഭാര്യ ഭർത്തൃ ബന്ധം പോലും അങ്ങനെയായി മാറിയിട്ടുണ്ട്. ഭർത്താവ് നല്ല നിലയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുവെങ്കിൽ ഭർത്താവ് പ്രിയപ്പെട്ട ഭർത്താവ്, അല്ലെങ്കിൽ ചെറിയ അവഗണനകൾ പല ദിക്കുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഭാര്യ ഒരു 4-5 പ്രസവിച്ച് അവൻ്റെ 4-5 കുട്ടികളെ പോറ്റി വളർത്തി ക്ഷീണിതയായപ്പോൾ മുമ്പത്തെ പോലെയുള്ള ഹൈവിയത്തും സൗന്ദര്യവും ആഫിയത്തും ഇല്ലാതെയാകുമ്പോൾ ചില മേച്ചിൽ പുറങ്ങൾ തേടി പോകുന്ന അപൂർവം ചില ആളുകൾ, അവിടെയും പ്രിയപ്പെട്ടവരെ, സ്നേഹം പലപ്പോഴും സ്വാർത്ഥതയിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ്. മാതാപിതാക്കളെപ്പോലും അങ്ങനെ കാണുക എന്ന് പറഞ്ഞാലോ, വയസ്സായ മാതാപിതാക്കൾ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ കഴിയുമ്പോൾ ഇനി ഓല് ചെലവുണ്ടാക്കുന്ന യന്ത്രങ്ങൾ മാത്രമാണ്. ചെലവ് മാത്രമേ അവരെ കൊണ്ടുള്ളൂ. നേട്ടങ്ങളൊക്കെ കിട്ടുന്ന കാലത്തോടത്തോളം കിട്ടി, ഇനി അവരില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പറഞ്ഞെന്താണെന്ന്, സ്വാർത്ഥത മനുഷ്യനെ വല്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുക. ഇത്തരം ഒരവസ്ഥയിൽ നമ്മൾ നമ്മുടെ കാര്യത്തെപ്പറ്റി ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ ഒതുക്കൽപ്പിച്ച ആയത്ത്.
നമ്മളെ മക്കളെ നോക്കണ്ട എന്നല്ല, ഭാര്യയെ നോക്കണ്ട എന്നല്ല, ഭർത്താവിൻ്റെ കാര്യം ശ്രദ്ധിക്കണ്ട എന്നല്ല. എല്ലാവരുടെ കാര്യത്തിലും മനസ്സ് വേണം, എല്ലാവരും നന്മയിലാകാൻ ആഗ്രഹിക്കണം. പക്ഷേ നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ട വിഭവ സമാഹരണത്തിൽ നമ്മൾ ഒരിക്കലും ആലസ്യം കാണിച്ചുകൂടാ. വളരെ പ്രധാനമാണ്. എന്തേ കാരണം? തനിച്ചാണ് വന്നത്, തനിച്ചു പോകണം. ആ യാത്രയെ പറ്റൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്ക്. തനിച്ചാണ് ഈ ഭൂമിയിലേക്ക് ഞാൻ നിങ്ങളും വന്നത്. എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് തനിച്ച് സിട്ടാവിൻ്റെ മുന്നിലേക്ക് നമ്മൾ പോകേണ്ടവരാണ്. ഒരു ബന്ധവും നമ്മുടെ കൂടെയില്ല. പരിശുദ്ധ ഖുർആൻ അൻആം സൂറയിലെ ആയത്ത് വളരെ ശ്രദ്ധാർഹമാണ്. അല്ലാഹു പറയാ, വലക്ക് ജീത്തുമുനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. വലക്ക് ജീത്തുമുനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ഏ മനുഷ്യ, നീ എൻ്റെ മുന്നിലേക്ക് തനിച്ചാണ് വരേണ്ടത്. ഈ ഭൂമി ലോകത്തേക്ക് നീ പറന്നു വീണതുപോലെ ഇവിടെ വന്നിട്ടാണ് നിനക്ക് ബന്ധങ്ങളും കുടുംബങ്ങളും അയൽപ്പക്കങ്ങളും സുഹൃത്തുക്കളും ഉണ്ടായത്. അതേ അവസ്ഥയിൽ നീ തനിച്ചെൻ്റെ മുന്നിലേക്ക് വരേണ്ടി വരും. നമ്മുടേതായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെയും പ്രിയപ്പെട്ടവരെ ഇട്ടേച്ചുകൊണ്ട് യാത്രയാകണം. നിസ്കരിക്കാൻ സമയമില്ല, പള്ളിയിൽ വരാൻ സമയമില്ല, ജുമഅക്ക് വരാൻ സമയമില്ല. ഒരു നന്മയുടെ വഴിയിലും പ്രിയപ്പെട്ടവരെ നമ്മെ കാണുന്നില്ല. ഭൗതിക ലോകത്തിൻ്റെ പിറകിൽ നമ്മൾ നെട്ടോട്ടമാണ്. 10-15 വിഷയത്തിലാണ് നമുക്ക് ചിന്ത. ഒരു പേജ് ഖുർആൻ എടുത്തോതാൻ നമ്മുടെ സമയം നമ്മെ അനുവദിക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, എത്ര തിരക്കിലാണ് ഞാൻ നിങ്ങളുമെങ്കിലും ആ തിരക്കൊന്നും വകവെക്കാതെ നമ്മെ ഒരു ദിവസം കൂട്ടിക്കൊണ്ടുപോകും. ആ ഗൗരവപ്പെട്ട ആയത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. വല്ല പറയുന്നു, വലക്ക് ജീത്തുമുനാ ഫുറാദാ, നീ നമ്മുടെ മുന്നിലേക്ക് തനിച്ചാണടോ വരേണ്ടത്. എല്ലാവരും ആ യാത്രയെപ്പറ്റി ആലോചിക്കണേ പ്രിയപ്പെട്ടവരെ. എന്തെല്ലാം സുഖങ്ങൾ ഈ ലോകത്ത് എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ടെങ്കിലും സിട്ടാവ അനുഗ്രഹം നൽകിയ റബ്ബ് നമ്മുടെ സിട്ടിപ്പ് കൊണ്ട് ലക്ഷ്യം കണ്ടിട്ടുണ്ട്. ലക്ഷ്യമുള്ളത് കൊണ്ടല്ലേ പള്ളിയിൽ വന്നത്, ലക്ഷ്യമുള്ളത് കൊണ്ടല്ലേ സുഹൃത്തെ ളുഹർ നമസ്കാരി ജുമഅക്ക് പള്ളിയിൽ വന്നത്. എന്താ ലക്ഷ്യം? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഏ മനുഷ്യ, നിന്നെ വെറുതാവിലാണ് സൃഷ്ടിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടോ? ശുദ്ധശൂന്യതയിൽ നമ്മെ സൃഷ്ടിച്ച് വേണ്ട സകലമായ അനുഗ്രഹം നൽകി ലോകത്തൊരൽപ്പകാലം നമ്മെ ജീവിപ്പിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സൃഷ്ടിപ്പ് കൊണ്ട് ലക്ഷ്യമുണ്ട്. നിന്നെ വെറുതെ വിട്ടേക്കുമെന്ന് നീ വിചാരിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും മനുഷ്യരായി നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. എത്ര അനുഗ്രഹങ്ങളുടെ നിറവിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും. എത്ര അനുഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടായി പള്ളിക്ക് വരാൻ പറ്റിയത്. ഇന്നൊരു ബഹുമാന സഹോദരൻ ജുമഅക്ക് വരാൻ നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്തപ്പോൾ വല്ലാത്ത വിഷമം, കുറേ പ്രയാസമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ജുമഅക്ക് അവിടെ വെച്ച് ളുഹർ നിസ്കരിച്ചാൽ മതി, എൻ്റെ കൂലി പടച്ചോൻ തരും. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു പ്രയാസം, ശാരീരികമായൊരു ബുദ്ധിമുട്ട് നമുക്ക് എനിക്കും നിങ്ങൾക്കും വന്നാൽ നമുക്ക് ജുമഅക്ക് വരാൻ പറ്റുമോ? ഇബാദത്തുകൾ കൃത്യമായി മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇതൊക്കെ അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം നൽകി ലോകത്തേക്ക് നമ്മെ വിട്ടത് യഥാർത്ഥ യാത്രക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താനാണ്. അല്ലാഹു പറയാ, മനുഷ്യ, നീ തനിച്ചാണ് എൻ്റെ മുന്നിലേക്ക് വരേണ്ടത്. വതറക്തും മാ ഖവൽനാകും വറാഅ ളുഹൂരിക്കും. നീ അധീനമാക്കി വെച്ചതെല്ലാം ഇവിടെ ഇട്ടേച്ചു പോകണം. നിന്റേതാണെന്ന് പറഞ്ഞ് നീ അധീനമാക്കി, നീ അടക്കി പിടിച്ചൊതുക്കി വെച്ചതൊക്കെയും ഇവിടെ ഇട്ടേച്ചു പോകണം. ആ യാത്രയെപ്പറ്റി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കിൻ. എന്തുണ്ടാ യാത്രയിൽ നമ്മുടെ കൂടെ അനുഗമിക്കാൻ? എല്ലാവരും സ്വസ്ഥമായി ആലോചിക്കണം. ഇത്തരമൊരു പള്ളിയിൽ വന്നിരിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, റബ്ബേ, ഇന്ന് ഞാൻ എങ്ങാനും തട്ടിത്തടഞ്ഞു വീണ് എൻ്റെ ബന്ധുക്കളും കുടുംബങ്ങളും എന്നെ മയ്യത്ത് കുളിപ്പിച്ച് എൻ്റെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഖബറിൻ്റെ ഏകാന്തതയിൽ എൻ്റെ കൂടെ എന്തുണ്ടെന്ന് ആലോചിക്കിൻ. ഒരു വിശ്വാസി എപ്പോഴും ആലോചിക്കേണ്ടവനാണ്. മരണത്തെപ്പറ്റി ആലോചിക്കണം, യാത്രയെപ്പറ്റി ആലോചിക്കണം. രോഗിയെ സന്ദർശിക്കാൻ ഇസ്ലാം എന്തുകൊണ്ട് പറഞ്ഞു? ഓടിച്ചാടി നടന്ന മനുഷ്യനാണല്ലോ ആ കിടക്കുന്നത്. ഒരുപക്ഷേ ഇത് അവസാനത്തെ, ഇനി തുടർന്നുള്ള അവസ്ഥയിൽ മരണത്തിലേക്കായിരിക്കും. ആ ഒരു ബോധം ഉണ്ടാകാൻ രോഗിയെ സന്ദർശിക്കാൻ ഇസ്ലാം ആവശ്യപ്പെട്ടത്. മയ്യത്ത് സന്ദർശിക്കാൻ എന്തിനാവശ്യപ്പെട്ടത്? മരണബോധമുണ്ടാകാനാണ്. മരണബോധമുണ്ടാകാനാണ്. അല്ലാഹു പറയാ, നീ തനിച്ചാണ് എൻ്റെ മുന്നിലേക്ക് വരുന്നത്. വതറക്തും മാ ഖവൽനാകും വറാഅ ളുഹൂരിക്കും. നീ അധീനമാക്കിയതെല്ലാം ഇവിടെ ഇട്ടേച്ചു പോകണം. മക്കളും സ്വത്തുക്കളും സൗകര്യങ്ങളും എന്തൊക്കെയുണ്ടോ ഒന്നും പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ ഇല്ല. എന്തേ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാത്തത്? എത്ര കേട്ടാലും
അല്ലേ? ഒട്ടും ചിന്തിക്കാത്ത മനുഷ്യരാണ് ഒട്ടുമിക്ക ആളുകൾ. ഒന്നിനെപ്പറ്റിയും ആലോചിക്കൂല, അവർക്ക് വരുമ്പോൾ കാണാന്നുള്ളതാണ്. അതൊരു വിശ്വാസിയുടെ നിലപാടല്ല. അല്ലാഹു പറയാ, തനിച്ച് നീ വരണം, ആരും നിന്റെ കൂടെ ഉണ്ടാവുകയില്ല. വിശ്വാസികളെ, കാഹളത്തിൽ ഓതപ്പെട്ടാൽ ഒരു ബന്ധത്തിനും ഒരു പ്രസക്തിയില്ല. നമ്മൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ജീവിക്കണം? മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, കുട്ടികൾക്ക് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് നിസ്കരിക്കാൻ പോലും സമയമില്ലാതെ ഓടുന്നത്, ജുമഅക്ക് വരാൻ സമയമില്ലാതെ ഓടുന്നത്. പക്ഷേ ഇവരാരും നമ്മുടെ കൂടെയില്ല. ഖുർആൻ പറയാണ്, യൗമ തകൂനു സ്സമാഉ കൽ മുഹൽ, ആകാശം ഉരുകിയ ലോഹം പോലെ ഉരുകിയൊലിക്കുന്ന ദിവസം. വതകൂനുൽ ജിബാലു കൽ അഹിൻ, കടഞ്ഞെടുത്ത രോമം പോലെ പർവ്വതങ്ങളാകുമ്പോൾ. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇതിൻ്റെ ഒരു അവസ്ഥ. ബലിഷ്ഠമായ 7 ആകാശങ്ങൾ ഒരുകിയൊലിക്കുമെന്നല്ലേ ഖുർആൻ പറയുന്നത്. നിങ്ങൾക്ക് മീതെ ബലിഷ്ഠമായ ആകാശങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഖുർആൻ. വബനൈനാ ഫൗകകും സബ്അൻ ശിദാദാ അഫലം യൻളുറൂ ഇലസ്സമാ ഫൗകഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. ദൈവനിഷേധികളോടുള്ള പറയാ, ആകാശത്തേക്ക് നോക്കടോ നീ. ഈ ആകാശത്തെ സൃഷ്ടിച്ച റബ്ബ് പറയാണ്, അന്ത്യദിനം സംഭവിക്കുമ്പോൾ ഒരുകിയൊലിക്കുമെന്ന്. ഒരു വിശ്വാസിയുടെ മനസ്സ് വേദനിക്കണം. പർവ്വതങ്ങൾ സുഹൃത്തേ പഞ്ഞി പോലെ കടഞ്ഞെടുത്ത് രോമം പോലെയാകും. അന്ന് ദിവസം അല്ലാഹു പറയുന്നു, വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരൊറ്റ ബന്ധുവും അല്ലേ, ഏറ്റവും അടുത്ത ഇന്റിമേറ്റ് ഫ്രണ്ട്, അടുത്ത സുഹൃത്തിനെ ഹമീം എന്ന വാക്കോട് ഉപയോഗിക്കുന്നത്. ഒരൊറ്റ സുഹൃത്തും മറ്റൊരു സുഹൃത്തിനെ അന്വേഷിക്കുന്നതല്ല. ആരും ആരെയും അന്വേഷിക്കൂല. ഒരാൾ അന്വേഷിക്കേണ്ട. എന്തേ കാരണം? അവനവൻ്റെ കാര്യത്തിൽ തന്നെ പ്രയാസത്തിലാണ്. എത്രത്തോളം എന്നാൽ തൊട്ടടുത്ത ആയത്ത് എന്താണെന്നോ, അന്വേഷിക്കുക മാത്രമല്ല, അവൻ അന്വേഷിക്കൊന്നും വേണ്ട, അവൻ്റെ മനസ്സിലുണ്ട് പക്ഷെ അന്വേഷിക്കണില്ല. പക്ഷെ ഓല വല്ല മുന്നിക്ക് പടച്ചം കൊണ്ടുവന്ന് കൊടുക്കും. പരലോകം അങ്ങനെയാണ്. ആരും അന്വേഷിക്കൂല. എൻ്റെ പൊന്നുമക്കൾ എവിടെ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എവിടെ, ഭർത്താവ് എവിടെ, പൊന്നുമ്മ എവിടെ, പൊന്നുപ്പ എവിടെ എന്ന് അന്വേഷിക്കേണ്ട. അവരവരുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കും. യുബസ്സറൂനഹും, അല്ലാഹു അവർക്ക് കാണിച്ചു കൊടുക്കും. ആ രംഗമൊന്ന് മനസ്സിൽ കണ്ട് നോക്കൻ്റെ മുഅ്മിനീങ്ങളെ. നാളെ റഹ്മാനായ റബ്ബിന്റെ തിരുസന്നിധിയിൽ ചെല്ലുമ്പോൾ അല്ലാഹു പറയാ, ഇവരൊക്കെ തന്റെ മുന്നിലേക്ക് അല്ലാഹു കൊണ്ടുവന്ന് കൊടുക്കും. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു, കണ്ണിൽ ഇവരൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ ആഗ്രഹിക്കണം എന്താണോ, പടച്ചോനെ എൻ്റെ പൊന്നു മക്കളെ ഈ നരകത്തിലിട്ടോ, എനിക്ക് രക്ഷ കൊണ്ടാണ്. നമ്മൾ ആലോചിച്ചൊക്കെ, മനുഷ്യൻ്റെ മനസ്സാണത്. ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ ഓനവൻ്റെ പരലോകം നഷ്ടപ്പെടുത്തിയത്. ഈ മക്കൾക്ക് വേണ്ടിയിട്ട്, ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവൻ്റെ ജീവിതകാലം 10, 50, 60, 70 വർഷക്കാലം ജീവിച്ചത്. അവിടെ വെച്ചിട്ട് അവൻ ആഗ്രഹിച്ചു പോവുകയാണ്, ലൗ യഫ്തദീ മിൻ അദാബി യൗമിദിൻ ബിബനീ, ഇന്നത്തെ ഭീകരമായ ശിക്ഷയിൽ നിന്ന് എനിക്ക് രക്ഷ എൻ്റെ മക്കളെ കൊണ്ടായെങ്കിൽ, തൻ്റെ മക്കളെ കൊണ്ടായെങ്കിൽ, അങ്ങോട്ട് ബാക്കി വസ്വാഹിബത്തിഹി വബനീ, എൻ്റെ ഇണയെ പടച്ചോനെ നീ എടുത്തോ. 10, 60, 70 വർഷക്കാലം ഒന്നിച്ചു കഴിഞ്ഞ ഇണയെ നീ നരകത്തിലിട്ടോ. ഭാര്യ ഭർത്താവിൻ്റെ കാര്യത്തിൽ പറയും, ഭർത്താവ് ഭാര്യയുടെ കാര്യത്തിൽ പറയും. മആരിജ് സൂറയിൽ നമുക്ക് പരിചയമുള്ള ആയത്തല്ല മുഅ്മിനീങ്ങളേത്. അല്ലെങ്കിൽ ഓൻ പറയാണ്, എൻ്റെ ജീവിതകാലം വലിയൊരു കാലം ഞാൻ അധ്വാനിച്ച മുതലൊക്കെ റബ്ബേ ഔ ഫസീലത്തിഹി അല്ലതി വമൻ ഫിൽ അർളി ജമീആ സുമ്മ യുൻജീ, ഞാൻ ഉണ്ടാക്കിയതൊക്കെ റബ്ബേ നീ പകരമെടുത്തോ, എന്നിട്ടെങ്കിലും എനിക്ക് നീ രക്ഷ നൽകണം. ആയത്ത് നോക്ക്, സുമ്മ യുൻജീ, എനിക്ക് നീ നജാത്ത് നൽകണം, രക്ഷ നൽകണം. ആ സമയത്ത് അള്ളാൻ്റെ മറുപടി എന്താ? ഇപ്പോഴെങ്കിലും എനിക്ക് ബോധോദയം വന്നല്ലോ, നന്മയിൽ സഞ്ചരിക്കണമെന്ന് മനസ്സ് വന്നല്ലോ എന്നല്ല പറയണത്. കല്ലാ ഇന്നഹാ ലല്ലാഹ്, അള്ളാൻ്റെ തീരുമാനം വരിക. മിണ്ടല്ലടോ അവിടെ. മറ്റൊരു സ്ഥലത്തെ പോലെ ഒരക്ഷരം നിനക്ക് ഉരിയാടാൻ ഇന്നത്തെ ലോകത്ത് നിനക്ക് അനുവാദമില്ല. കല്ലാ ഇന്നഹാ ലല്ലാഹ്, നരകമതാ നിന്നെ കാത്തിരിക്കുന്നു. നിന്റെ തലയോട്ടിയെ കരിച്ചു കളയുന്ന തീജ്വാല നിന്നെ കാത്തിരിക്കുന്നു. വിശ്വാസികളെ, അവനെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. ശ്രദ്ധിച്ചോ മോമിനിങ്ങളെ, ഇത് പേടിപ്പെടുത്താൻ പറയുന്ന വാക്കുകളല്ല. എന്തൊക്കെ കളിയും ചിരിയും തമാശയുമാണ് നമ്മുടെ ജീവിതത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ തനിച്ചുള്ള യാത്രയെപ്പറ്റി ഗൗരവമായി നമ്മൾ ആലോചിക്കണം. മഹാനായ റസൂലുള്ളാഹി പറയാ, ഒരു ഹദീസിൽ നമ്മൾ മരിച്ചു പോണ സമയത്ത് നമ്മുടെ കൂടെ വരുന്ന ഒരു 5-6 കാര്യങ്ങളെപ്പറ്റി പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ചൊരു ഹദീസ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കണം. ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിനു മിൻ അമലിഹി വഹസനാതിഹി. നീ അങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ അതിലേതെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിക്കും.
മഹാനായ റസൂലുള്ളാഹി പറയാ, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിനു, വിശ്വാസിയിലേക്ക് ചെന്ന് ചേരുന്ന നന്മകൾ, മരിച്ചാലും അവന്റെ ഖബറിലേക്ക് ചെന്ന് ചേരുന്ന നന്മകൾ, മിൻ അമലിഹി വഹസനാതിഹി, അവന്റെ കർമ്മങ്ങളിൽ നിന്നും. ഒന്ന് മുന്നോട്ടിരിക്കട്ടോ, ഒന്ന് മുന്നോട്ടിരിക്കുക. നിസ്കരിക്കുമ്പോൾ ഗ്യാപ്പ് ഉണ്ടാവും, ഒന്ന് ഗ്യാപ്പ് പൂർത്തിയാക്കിയിട്ടിരിക്കട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്നൊരു മിനിറ്റിന് മുന്നോട്ട് വന്നാൽ മതി, ഗ്യാപ്പ് ഒന്ന് പൂർത്തിയാക്കിയാൽ മതി. വിശ്വാസികളെ, അവൻ്റെ കർമ്മങ്ങളിൽ നിന്ന്, അവൻ്റെ അമലുകളിൽ നിന്ന് അവനിലേക്ക് വന്നു ചേരുന്നത്. മഹാനായ റസൂലുള്ളാഹി ഒരു 6-7 കാര്യം പറയാണ്. ഇൽമൻ അല്ലമഹു വനശറഹു. വിശ്വാസികളെ, റസൂലുള്ളാഹി പറയും, ഖബറിലേക്ക് വന്നു ചേരുന്നു. നമ്മൾ മരിച്ചാലും ആ ഖബർക്ക് നമ്മുടെ നന്മയായി വന്നു ചേരുന്നു. ഒന്ന്, ഇൽമൻ അല്ലമഹു വനശറഹു, അറിവാണ് പ്രിയപ്പെട്ടവരെ. അവൻ പഠിച്ച അറിവ്, അവൻ പഠിപ്പിച്ച അറിവ്. നമുക്കൊരു കാര്യത്തെപ്പറ്റി ഒരു അറിവുണ്ടായാൽ മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കും. വലിയൊരു വിശാലമായതാണ് നാഫിയായ ഇൽമ് എന്ന് പറയില്ലേ. മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞു, നിനക്ക് ഉപകാരപ്പെടുന്ന അറിവ് എന്ന്. വല്ലാത്ത അർത്ഥവാക്ക് വൈപുല്യമുള്ളൊരു വാക്കാണ്. ഇൽമൻ അല്ലമഹു വനശറഹു, നീ പഠിച്ചറിവ്. നിങ്ങൾ ആലോചിക്കുക, ദീനിൻ്റെ കാര്യത്തിൽ ഒട്ടുമിക്ക ആളുകളും പ്രിയപ്പെട്ടവരെ 0 ആണ്. നമുക്കൊരു കാര്യത്തെപ്പറ്റി അറിയെങ്കിൽ നമ്മുടെ സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുക, നമ്മുടെ സഹോദരന് പറഞ്ഞു കൊടുക്കുക. നമ്മളൊരു കാര്യം, ഒരാളൊരു തെറ്റ് അഥവാ പ്രവാചകൻ്റെ ശരിക്കെതിരെ ഒരാളുടെ എന്തോ ഒരു കാര്യം ചെയ്യണം നമ്മൾ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉണർത്തിയാൽ ആ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നാൽ അത് നമ്മളെ ഖബറിലേക്കുള്ള സമ്പാദ്യമാണ്. റസൂലുള്ളാഹിന്റെ സഹാബത്തെ കാര്യത്തിൽ അത്രയും ശ്രദ്ധിച്ചിരുന്നു. നമ്മളെ ഖബറിലേക്ക് നമ്മൾ മരിച്ചാലും ചെന്നു തേരുന്ന നന്മകളിലൊന്ന് റസൂലുള്ളാഹി പറയുന്നു, ഇൽമൻ അല്ലമഹു വനശറഹു, അവൻ്റെ അറിവാണ്. അവൻ പഠിക്കുന്ന, അവൻ പഠിപ്പിച്ച, അവൻ കേട്ട് മനസ്സിലാക്കിയ അറിവ് മറ്റുള്ളവർക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുക. ഇപ്പോൾ ഖുത്ബക്ക് നിങ്ങൾ വന്നു, എന്തോ ഒരു കാരണത്താൽ നിങ്ങളെ ഭാര്യ ഇന്ന് പള്ളിക്ക് വന്നിട്ടില്ല എന്ന് വിചാരിക്കും. ഇന്ന് ഇന്ന ഖുത്ബയാണ് ഞാൻ കേട്ടത്. ഒരു 5 മിനിറ്റ് അതിനെപ്പറ്റി ചെറിയൊരു ബയാൻ വീട്ടിൽ നടത്തിയാൽ വിശ്വാസികളെ, എന്തെങ്കിലും ആ സംസാരത്തിൽ ആ ഇണയുടെ മനസ്സിൽ മാറ്റം വന്നാൽ അത് നമുക്ക് ഖബറിലേക്കുള്ള സമ്പാദ്യം. മറ്റൊന്ന് റസൂലുള്ളാഹി പറയുന്നു, വലദൻ സ്വാലിഹൻ തറക്തഹു, സ്വാലിഹായ സന്താനം. ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകണം, ദീനിയായ ചിന്തയുള്ളവരാകണം. വാപ്പ മരിച്ചാലും വാപ്പാക്ക് വേണ്ടി മനസ്സ് തട്ടിപ്പാത്തിക്കുന്ന മക്കൾ, സംസാരം കേൾക്കുന്ന മക്കളെ നിങ്ങൾ എങ്ങനെയാവണം? മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ ആ മാനസികാവസ്ഥയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. വാപ്പ മരിച്ചാലും അല്ലാഹുമ്മ ഗ്ഫിർലി വലിവാലിദയ്യ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് മനസ്സുള്ള മക്കളുണ്ടോ നമുക്ക്, അതിലേറെ വലിയ സമ്പാദ്യമില്ല പ്രിയപ്പെട്ടവരെ. ദീനിയായ കൃത്യമായൊരു ബോധം നമ്മളെ മക്കൾക്ക് നൽകാൻ സാധിക്കണം. ഖബറിലാണ് വാപ്പ പ്രയാസകരമായ ശിക്ഷയിൽ അനുഭവത്തിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ മക്കളുടെ പ്രാർത്ഥനയാൽ ശിക്ഷയിൽ ലഘൂകരണം നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ കാലത്തിൻ്റെ അവസ്ഥ വളരെ വിഷമകരമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മക്കളുടെ കാര്യത്തിൽ നിതാന്ത ജാഗ്രത കൈക്കൊള്ളും. അത്ര പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ മക്കളെ. അതാണ് നമ്മളെ ഖബറിലേക്ക് വരുന്ന 2ാമത്തെ സമ്പാദ്യമാണ് വലദൻ സ്വാലിഹൻ തറക്തഹു. എല്ലാവരും ഈ ഖുത്ബ കേൾക്കുമ്പോൾ ആലോചിക്കും, പടച്ചോനെ എൻ്റെ മക്കളെ അങ്ങനെ ആക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ആലോചിക്കും. ശ്രമിച്ചോളി, എല്ലാവരും നല്ലോണം പ്രാർത്ഥിച്ചോളി. സ്വർഗത്തിൽ പദവി ഇങ്ങനെ ഉയരുന്നതാണ്. വാപ്പിയും ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോകും, സ്വർഗത്തിലോ ഇങ്ങനെ ഉയർച്ച കിട്ടുമ്പോൾ. അപ്പം അള്ള പറയും, അത്ഭുതപ്പെടുന്നു വേണ്ട, എൻ്റെ കർമ്മങ്ങൾ കൊണ്ടല്ല, എൻ്റെ മക്കളെ പ്രാർത്ഥനയുടെ ഫലമായി നീ ഉയർച്ചയിലേക്ക് എത്തുകയാണെന്ന്. അൽഹംദുലില്ലാഹ്, വല്ലാത്തൊരു ഭാഗ്യമല്ലേ അത്. ശ്രദ്ധിച്ചോ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയിൽ നമ്മുടെ ഖബറിലേക്കുള്ള സമ്പാദ്യത്തെപ്പറ്റി ഗൗരവമായി മുഅ്മിനീങ്ങളെ നമ്മൾ ആലോചിക്കണം. മറ്റൊന്ന് റസൂലുള്ളാഹി പറയുന്നു, വിശാലമായ അർത്ഥമുള്ള വാക്കാണ്. ദീനിയായ നിലയിൽ നമ്മുടെ മക്കളെ വളർത്തുന്ന കാര്യം ശ്രദ്ധിക്കണം. അവർക്ക് മതബോധം നൽകണം. ഭൗതിക വിദ്യാഭ്യാസം എത്ര നമ്മൾ നൽകിയാലും കുഴപ്പമില്ല, അതൊക്കെ ഇന്നത്തെ കാലത്ത് ആവശ്യമാണ്. പക്ഷെ ദീനിയായൊരു ചിട്ട നൽകണം. അപ്പോഴേ ആ മക്കൾക്ക് എത്ര ഉയർന്നാലും നല്ല നിലയിൽ നമ്മളെ നോക്കാനും നമ്മുടെ കാര്യത്തിൽ മനസ്സുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, നശിച്ചു പോകട്ടെ വാപ്പ അമ്മ എന്ന് പറയുന്ന മക്കളുണ്ടെന്ന് സൂറത്ത് അഹ്ഖാഫിൽ പറയുന്നുണ്ട്. ഇന്നത്തെ മക്കളിൽ വലിയ ശതമാനം അങ്ങനെയാണ്. ഒരു ചെയ്യുന്ന വേണ്ടാത്തരങ്ങളും തിന്മകളും ധിക്കാരങ്ങളും നോ എന്ന് പറയുമ്പോൾ ലോകം തിരിയാത്ത വാപ്പയാണെന്ന നിലക്ക് മനസ്സുകൊണ്ട് പൊറുപൊറുക്കുന്ന മക്കളാണ് ഒട്ടുമിക്ക മക്കളും. നമ്മളെ മക്കളെ നമ്മൾ ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല. ഖുർആന്റെ ആയത്താണ് ഉഫ്ഫിൻ ലക്കുമാ എന്ന് പറയുന്ന മക്കൾ. അള്ളാഹിന്റെ ഖുർആൻ ശരിക്കും ഖിയാമത്ത് ലക്ഷണമാണ് ശരിക്കത്. ആയത്ത് എത്ര കാലം മുമ്പ് അവതീർണമായതാണ്. ഇങ്ങനത്തെ ഒരു സമൂഹം വരുമെന്ന് ഖുർആൻ
അള്ളാഹിൻ്റെ കലാമിൽ എന്ന് പറഞ്ഞുവെങ്കിൽ ഭയപ്പാടോടുകൂടിയേ നമുക്കിത് കേൾക്കാൻ പറ്റുള്ളൂ. മൂന്നാമതായി റസൂൽ പറയാണ് ഔ മസ്ജിദൻ ബന, അള്ളാഹിൻ്റെ ഒരു വീടിന് വേണ്ടി നിങ്ങളൊരു ഇടപെടൽ നടത്തിയെന്ന് വിചാരിച്ചോ. ഒരു പള്ളി ഉണ്ടാക്കിക്കോ. ഒരു പള്ളി ഒരാൾ ഉണ്ടാക്കിയാൽ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, അള്ളാഹിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന അള്ളാഹിൻ്റെ ഒരു വീട് ബൈത്തുള്ളയാണ്. പള്ളിക്കല്ല പറയുന്ന വാക്കത് ബൈത്തുള്ളയാണ്. ഇതാരെ വീടാ? ഇത് അക്ബറിൻ്റെ വീടാ, അതോ മുഹമ്മദിൻ്റെ വീടാ? ഇതോ അള്ളാഹിൻ്റെ വീടാ? പള്ളികളെ അങ്ങനെ ബൈത്തുള്ളയാണ്, അള്ളാഹിൻ്റെ വീടാണ് പ്രിയപ്പെട്ടവരെ. അതിലൊരു ഇടപെടൽ നടത്തിയാൽ ഈ ഇരിക്കണം നമ്മൾ ഓരോരുത്തരും ആലോചിക്കും. ഒരു പള്ളി കയറ്റാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചൊന്നും വരില്ല. ഒരു പള്ളി നിർമ്മാണം നടക്കുന്നു, അതൊക്കെ എൻ്റെ വക ഒരു 50,000 രൂപ. ആ പള്ളി ഇടപെട്ടോ നമ്മളെ ഖബറിലേക്കുള്ള സമ്പാദ്യം. ഈ ഇരിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒട്ടനവധി അവസരങ്ങളുണ്ട്. നമ്മുടെ ഉള്ള അധ്വാനത്തിൽ നിന്ന് നൽകിയോ ഞാനും നിങ്ങളും, എങ്കിൽ നമ്മളെ ഖബറിലേക്ക് ഉണ്ടാവും. നമ്മുടെ ഏക്കറുകളും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ കാർഡുകളും നമ്മുടെ ബാങ്ക് ബാലൻസുകളും ഒക്കെ ഇട്ടേച്ചുകൊണ്ട് സഹോദരാ നമ്മൾ യാത്രയാകുമ്പോൾ അതൊക്കെ നമ്മൾ നോക്കി ഇങ്ങനെ ചിരിക്കും. ഫിറൗന്റെ കാര്യം പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞില്ലേ, വലിയ വലിയ സൗധങ്ങളും മണിമേടകളും ഇട്ടേച്ചുകൊണ്ട് ഫിറൗനെല്ല കൈകാര്യം ചെയ്തപ്പോൾ കം തറക്കൂ മിൻ ജന്നാത്തി മഉയൂൻ, എത്ര തോട്ടങ്ങളും ഏക്കറുകളും വലിയ സൗധങ്ങളുമാണ് അവൻ ഇട്ടേച്ചു പോയത്. നമ്മൾ യാത്രയാകുമ്പോൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. റസൂലുള്ളാഹി പറയാണ് ഔ മസ്ജിദൻ ബനാ, ഒരു പള്ളിയുടെ കാര്യത്തിൽ ഇടപെട്ടാൽ അവനവൻ്റെ ഖബറിലേക്ക്. പള്ളി ഉണ്ടാക്കണീൻ്റെ പള്ളി ശരിയാകണീനുമ്പോൾ മരിച്ചാലും അല്ലേ പള്ളിൻ്റെ സ്ഥലത്തിന് പൈസ കൊടുത്തു, അല്ലെങ്കിൽ പള്ളിയുടെ കാര്യത്തിൽ പൈസ കൊടുത്തുവെങ്കിൽ ചിലപ്പോൾ പള്ളി പണി പൂർത്തിയാടി മുമ്പ് ആ സുഹൃത്ത് മരിച്ചേക്കാം. പക്ഷേ ആ സുഹൃത്തിൻ്റെ ഖബറിലേക്ക് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറുള്ള തൻ്റെ ഏക്കറുകളൊക്കെ ബാക്കിയുള്ളവർ ഓഹരി വെച്ചെടുക്കുമ്പോൾ അവൻ്റെ ഖബറിൻ്റെ ഏകാന്തതയിൽ അവന് തനിച്ച് കഴിയുമ്പോൾ അവന് കൂട്ടിനുണ്ടാവുക ഇതായിരിക്കുമെന്ന് വിശ്വാസികളെ നമ്മൾ തിരിച്ചറിയണം. മഹാനായ റസൂലുള്ളാഹി തുടർന്ന് പറയുന്നു ഔ ബൈതൻ ലിഇബ്നി സബീലി ബനാ, ഒരു വീട് നിർമ്മിക്കാൻ ഇടപെട്ടാൽ അല്ലേ, എല്ലാവർക്കും വീട് ജീവിതത്തിൽ സ്വപ്നമാണ്. ഒരു വീടിൻ്റെ കാര്യത്തിൽ ഒരു സാധുവായ അർഹതപ്പെട്ടൊരു സുഹൃത്തിൻ്റെ ഒരു വീടിൻ്റെ പണിയുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയാൽ, ഒരു വീടുണ്ടാക്കാൻ പറ്റുന്നവർക്ക് ചെയ്തു കൊടുക്കാം. ഇല്ലേ ഒരു ഇടപെടൽ. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഈ ഹദീസ് കിടക്ക് ഒരു അർത്ഥ വൈപുല്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഖബറിലേക്ക് ഇങ്ങനെ വരുന്ന വരുമാനങ്ങളാണ്. ഔ ബൈതൻ ലിഇബ്നി സബീലി ബനാ, വഴിയാത്രക്കാരനെന്ന റസൂൽ അവിടെ സൂചിപ്പിച്ചത് അർഹതപ്പെട്ടവനെന്നാണ്. അർഹതപ്പെട്ടവൻ ഒരു വീടിൻ്റെ പണിയുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയാൽ അതവൻ്റെ ഖബറിലേക്ക് ചെല്ലും. വീണ്ടും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഔ നഹ്റൻ നജ്റാ, നെഹ്ർ എന്ന് റസൂലുള്ളാഹി പറഞ്ഞെങ്കിലും ബിഇറു അതിൽപ്പെടും. ഒരു കിണർ, ഒരു കുളം, പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കിണർ, ഒരു അർഹതപ്പെട്ടൊരു ഏരിയയിൽ ഒരു കിണർ കുഴിച്ചു കൊടുക്കണം, വലിയ പുണ്യമുള്ള കാര്യം. എത്ര മനുഷ്യർ ആ കിണറിൽ ദാഹം തീർത്തോ അവൻ്റെ ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വീണ്ടും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഔ മുസ്ഹഫൻ വറസഹു, എത്രത്തോളം എന്നൊരു പള്ളിക്ക് ഒരു മുസഹഫ് വാങ്ങിക്കൊടുത്താൽ, ഒരു മുസഹഫ് ഒരു പള്ളിക്ക് വാങ്ങിക്കൊടുത്തു, ധാരാളം ആളുകൾ ആ മുസഹഫ് എടുത്ത് പല തവണകളായി പാരായണം ചെയ്യുന്നു, അവൻ്റെ ഖബറിലേക്ക് വരും. ഔ സദഖത്തൻ, അല്ലെങ്കിൽ അർഹതപ്പെട്ട കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ ജസ്റ്റ് ഒരു ഇടപെടൽ. ഔ സദഖ അഖറജഹു, അവനവ നൽകി, അവൻ്റെ ഉള്ള സ്വത്തിൽ നിന്ന് അവൻ നൽകിയെങ്കിൽ അതും അവൻ്റെ ഖബറിലേക്ക് വന്നു ചേരും. വിശ്വാസികളെ ആലോചിച്ചോളി. നമ്മളിതിങ്ങനെ ഖുത്ബ കേൾക്കുമ്പോൾ ഇതിലേതിലെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെട്ടോ എന്ന് ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളി, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ. ഇനിയും ഇത്തരം വിഷയങ്ങളിൽ മനസ്സ് വെക്കണം, അല്ലെങ്കിൽ തനിച്ചുള്ള യാത്രയിൽ നമ്മൾ പ്രയാസപ്പെടും. ഇവിടെ നമുക്ക് എന്തെങ്കിലും വിഷമം വന്ന് ആര് സഹായിക്കും പ്രിയപ്പെട്ടവരെ? അതാണ് പ്രശ്നം. ഇവിടെ ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസം വന്നാൽ ആരുമില്ലെങ്കിൽ സുമനസ്സുകളുടെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു രോഗമാണ്, ഒരു എത്രയല്ലേ ഒരു രോഗത്തിനൊക്കെ സെക്കൻഡ് ഒരു 4-5 ദിവസങ്ങൾ കൊണ്ടല്ലേ കോടികൾ പിരിയണത് പ്രിയപ്പെട്ടവരെ. മനുഷ്യർ അലിവുള്ള നനവുള്ള മനസ്സിൻ്റെ ഉടമകളാണ്. പക്ഷേ ഇത് ദുനിയാവിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? പക്ഷേ ഖബർക്കോ നമ്മളായിട്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കണം. അതുകൊണ്ടല്ലേ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുറു നഫ്സു മാ ഖദ്ദമത് ലിഗദിൻ, അനക്ക് വേണ്ടി എന്ത് നീ ഒരുങ്ങിക്കോ എന്നാലോചിച്ചോ. അതുകൊണ്ട് ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്തിലേക്ക് വരികയാണ്. മനുഷ്യൻ, നീ തനിച്ചെൻ്റെ മുന്നിലേക്ക് വരണം.
നീ അധീനമാക്കിയതൊക്കെ നീ ഇട്ടേച്ചു പോകും. തൊട്ടടുത്ത വാക്കെന്താ? ഒരു റെക്കമെൻഡുകാരൻ നിന്റെ ജീവിതത്തിൽ നിനക്ക് വരാനില്ല. അല്ലേ? കാര്യപ്പെട്ട ഒരാൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ കാര്യങ്ങൾ നടക്കും. ഒന്ന് വിളിച്ചാൽ നമ്മളാണ് ചെന്നാൽ മതി, മൂപ്പഴ് വിളിച്ച് പറഞ്ഞാൽ കാര്യം നടക്കും. അതവിടെ നടക്കൂല. പ്രിയപ്പെട്ടവരെ, റെക്കമെൻഡില്ല, ഷഫാഅത്തില്ല. വീണ്ടും പറയുന്നു, എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടും. അങ്ങനത്തെ ഒരു യാത്രയെ പറ്റി ഇങ്ങനെ ആലോചിക്കും. എന്തൊക്കെ രോഗങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ. എത്ര ആളുകളാണ് വ്യത്യസ്ത രോഗങ്ങളാൽ വിഷമിക്കുന്നവർ. കിഡ്നി പ്രശ്നമുള്ള ആളുകളുണ്ട്, ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്, ഷുഗറിൻ്റെ പ്രയാസമുള്ള ആളുകളുണ്ട്, ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. എന്താ? വണ്ടി ഇങ്ങനെ ഓടുമ്പോൾ തകരാറുകൾ വരുന്നു എന്നതാണ് ബോധ്യപ്പെടുന്നത്. 19 വർഷം വണ്ടി ഓടുമ്പോൾ, ഒരു വണ്ടി നമ്മൾ വാങ്ങി എത്ര സർവീസ് ചെയ്യണം, എത്ര മെയിൻ്റനൻസ് നടത്തണം. നമ്മുടെ ശരീരമാകുന്ന അത്ഭുതം ഓടിക്കൊണ്ടിരിക്കുകയാണ്, തകരാറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വിശ്വാസികളെ, മെല്ലെ മെല്ലെ അവങ്കിലേക്ക് തിരികെ പോകേണ്ടവരാണ്. ശ്രദ്ധിച്ചോ, നിന്റെ റബ്ബിങ്കിലേക്ക് നീ തിരികെ പോകണം. അല്ലാഹു സുബ്ഹാനഹു തആല ആ യാത്രക്ക് വേണ്ട ഒരുക്കങ്ങളും വിഭവങ്ങളും സമാഹരിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അൻആം സൂറയിലെ വളരെ ശ്രദ്ധാർഹമായ ഒരായത്താണ് ഓതിക്കേൾപ്പിച്ചത്. നമ്മുടെ തനിച്ചുള്ള യാത്രയെപ്പറ്റി ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കും. ആ ആലോചന ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകും. എല്ലാം ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ. അത് നമ്മൾ വേണ്ട, എപ്പോഴും ഇങ്ങനെ ആ ഒരു ആലോചന ഇങ്ങനെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നിസ്കരിക്കാൻ തോന്നും, സുന്നത്ത് നിസ്കരിക്കാൻ തോന്നും, ഖുർആൻ ഓതാൻ തോന്നും. എന്തെങ്കിലും തെറ്റുകൾ നിർബാധം തുടരുന്നുവെങ്കിൽ അത് അകലാൻ തോന്നും. ആ ബോധം നമ്മുടെ ജീവിതത്തിൽ സജീവമായ ഒരു നിഴൽ പോലെ നമ്മളെ കൂടെ ഇങ്ങനെ ഉണ്ടാകും. അതുകൊണ്ടാണ് റസൂൽ ഇടയ്ക്കിടയ്ക്ക് പരലോകത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയും ചിന്തിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ ആയത്തിൻ്റെ അവസാനം എന്താണെന്നോ? ഒരു ന്യായം അവിടെ വില പോകില്ല. എന്തെങ്കിലുമൊക്കെ നല്ല വഴിയിലേക്ക് ഒരാൾ വിളിച്ച് എന്തൊക്കെ നൊണ്ടി ന്യായങ്ങൾ നമുക്ക് പറയാണ്ടാവും. അവിടെ തൊള്ള വിളിക്കാറില്ല, അനുവദിക്കൂല. ശ്രദ്ധിച്ചോളൂ. വാചാലത കൊണ്ട് ഇവിടെ ചിലപ്പോൾ രക്ഷപ്പെടും, അവിടെ രക്ഷപ്പെടില്ല. അല്ലേ? അവിടെ എത്തുമ്പോൾ അള്ളാൻ്റെ ഒരു കൽപ്പന വരികയാണ്, ഹാദാ യൗമുലാ യന്തിക്കൂൻ. വർത്താനം പറഞ്ഞിട്ട് കാര്യം നേടാൻ അവിടെ നോക്കണ്ടാന്ന്. ഹാദാ യൗമുലാ യന്തിക്കൂൻ, ഹാദാ യൗമുലാ യന്തിക്കൂൻ. ഇത് മിണ്ടാട്ടല്ലാത്ത ലോകമാണ്. ചെയ്ത കർമ്മങ്ങൾക്ക് പ്രതിഫലം വാങ്ങാൻ റെഡിയായി നിന്നു. ഇവിടെ അള്ള പറയാ, വലാ യുഅ്സിനുലഹും, സമ്മതം കൊടുക്കൂല. പെർമിഷൻ കൊടുത്തവൻ വാചാലനാകും, നടക്കൂല. അങ്ങനത്തെ ഒരു നിസ്സഹായതയുടെ ലോകങ്ങൾ ആലോചിച്ച് നോക്ക്. എത്ര കൃത്യമായിട്ടാണ് ഖുർആൻ പറയുന്നത്. നരകത്തിൻ്റെ ആയത്ത് 100 ഖുർആൻ സ്വർഗത്തിൻ്റെ ആയത്ത് 100. വിശ്വാസികളെ പറ്റി 100 ആയത്തുണ്ടെങ്കിൽ 100 സത്യനിഷേധികളെ പറ്റിയുണ്ട്. ഇത് ഈ മഹനീയ ഗ്രന്ഥത്തിൻ്റെ മഹത്വമാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ബുദ്ധിയും തൻ്റെ ഉള്ള ആളുകളുടെ ലക്ഷണം എന്താ? ഏറ്റവും ബുദ്ധിയുള്ള ആളാരാ? റസൂൽ പറഞ്ഞ ഹദീസ് കൂടി പറഞ്ഞ് നിർത്തുകയാണ്. ഏറ്റവും ബുദ്ധിയുള്ള ആളാരാ? നമ്മുടെ ദൃഷ്ടിയിൽ ബുദ്ധിമാൻ എന്നൊക്കെ പറഞ്ഞ് ചില വേഷഭൂഷാദികളോടൊക്കെ നടക്കുന്ന ആളുകളെയാണല്ല. 1500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞ ആരെ പറ്റിയാണെന്നോ? സ്വന്തത്തെ ഇങ്ങനെ വിലയിരുത്തുന്നവൻ. മൻദാന നഫ്സഹു, അവനാ ബുദ്ധിമാൻ. ഈ ഇരിക്കണം നമ്മളെല്ലാവരും ആ കൊടുത്തപ്പെടും. എന്തൊക്കെ തിരക്കാണെങ്കിലും ജസ്റ്റ് ഒന്ന് മാറിയിരുന്ന് നമ്മളെ പറ്റി ഇങ്ങനെ ആലോചിക്കും. പഠിച്ചോനെ, എനിക്കിപ്പോൾ 56 എനിക്കിപ്പോൾ 57 വളരെ കുറച്ച് കാലം കൂടിയുള്ളൂ. ഇനി കയ്യിനും കാലിനും ക്ഷീണം വന്നു, തരിപ്പ് വന്നു, കടച്ചിൽ വന്നു, കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും സംഗതി പ്രശ്നമാണ്. ആ ഒരു ആലോചന നമ്മുടെ ജീവിതത്തെ സജീവമാക്കണം. ശ്രദ്ധിച്ചോ മുഅ്മിനീങ്ങളെ, സന്തോഷത്തോടെ റാഹത്തോടെ അള്ളാഹിൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്വർഗ്ഗത്തിൽ നമുക്ക് ഇടം കിട്ടണം. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുമ്മ ജഅൽനാ മിൻഹു യാ റബ്ബൽ ആലമീൻ. അള്ളാഹു അനുഗ്രഹത്തിലേക്ക് എത്തിപ്പെടുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിവില്ലായ്മയാൽ, അജ്ഞതയാൽ, അവിവേകത്താൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തീരുമാനാകട്ടെ. തനിച്ചുള്ള യാത്രയിൽ കർമ്മങ്ങളുമായി റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി
അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിനീതരിൽ അന്യതിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗികളായി വിഷമിക്കുന്ന ധാരാളം ആളുകൾ ഈ പള്ളിയിൽ വന്നിരിക്കുന്നവരുണ്ട്. ക്യാൻസറിന് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കിഡ്നി സംബന്ധമായ പ്രയാസങ്ങളുള്ളവരുണ്ട്, ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കി വളർത്തുമാറാകട്ടെ. അതിന് നേതൃത്വം നൽകുന്ന മാതാപിതാക്കളാക്കി അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അറിവില്ലായ്മയാൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.